സംസ്ഥാനത്ത് ഇന്നും അതിശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് 12 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. പത്തനംതിട്ട മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകൾക്കാണ് ഓറഞ്ച് അലർട്ട്. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. 10 ജില്ലകളിലെയും കണ്ണൂർ ജില്ലയിലെ 3 താലൂക്കുകളിലെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധിയാണ്. വിവരങ്ങളുമായി എസ് ശാലിനി ചേരുകയാണ്. ശാലിനി, മഴ ശക്തമായി തുടരും എന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. ഇന്ന് 10 ജില്ലകൾക്കാണ് ഓറഞ്ച് മുന്നറിയിപ്പ്, 2 ജില്ലകൾക്ക് യെല്ലോ അലർട്ടാണ്. ഇരു തരത്തിലാണ് മുന്നറിയിപ്പും ജാഗ്രതാ നിർദ്ദേശങ്ങളും. KP ബംഗാൾ ഉൾക്കടലിൽ ശക്തി പ്രാപിച്ചിരുന്ന ന്യൂനമർദ്ദ പാത്തിയും ഒപ്പം തന്നെ ന്യൂനമർദ്ദവും ശക്തി കുറഞ്ഞു വരുന്നതായിട്ടാണ് നമുക്കിപ്പോൾ അറിയിപ്പുകൾ വരുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്ത് മഴയുടെ ആ ഒരു തോത് അല്ലെങ്കിൽ ആ ഒരു ശക്തി കുറയുന്നുണ്ട് എന്നുള്ളതാണ് നിലവിൽ അറിയാൻ സാധിക്കുന്നത്. പക്ഷേ കാറ്റിന്റെ ഗതി മാറുന്നതനുസരിച്ച് ഒരു പക്ഷേ മഴയുടെ ശക്തി കൂടാനുള്ള സാഹചര്യങ്ങളും സാധ്യതകളും പ്രവചിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഇന്ന് വടക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലുമാണ് മഴ തീവ്രമാകുമെന്നുള്ളത് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുള്ളത്. ഈ മണിക്കൂറിൽ, അതായത് തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള പത്തനംതിട്ട മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകൾക്ക് ഓറഞ്ച് അലർട്ട് നൽകിയിരിക്കുകയാണ്. തിരുവനന്തപുരത്തും കൊല്ലത്തും മാത്രമാണ് യെല്ലോ അലർട്ട് മുന്നറിയിപ്പുള്ളത്. പക്ഷേ ഈ ഓറഞ്ച് അലർട്ട് നൽകിയിട്ടുള്ള പല ജില്ലകളിലും റെഡ് അലർട്ടിന് സമാനമായ മഴ ലഭിക്കുന്നുണ്ട്. ചില വനമേഖലകളിലും ഒപ്പം തന്നെ ചില മലയോര മേഖലകളിലും. അതുകൊണ്ട് അത്തരത്തിലുള്ള ജില്ലകളിൽ പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം നിലവിൽ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുകയാണ്. മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയതോടൊപ്പം തന്നെ തീരദേശങ്ങളിൽ താമസിക്കുന്നവർക്ക് പ്രത്യേക ജാഗ്രതാ നിർദ്ദേശവും ഈ മണിക്കൂറിലും തുടരുകയാണ്. കടലിൽ ഇറങ്ങിയുള്ള വിനോദസഞ്ചാരം അടക്കമുള്ള കാര്യങ്ങൾക്കും വിലക്ക് തുടരുന്നുണ്ട്. കടൽ പ്രക്ഷുബ്ധമാണ്, ഉയർന്ന തിരമാലകൾ ഉണ്ടാകുന്നുണ്ട്, തീരദേശ കാറ്റ് അതിശക്തമാകുന്ന പശ്ചാത്തലമുണ്ട്. 40 മുതൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ തീരദേശത്തും അല്ലാത്ത ഇടങ്ങളിലും കാറ്റ് ശക്തമാകുന്നത് കൊണ്ട് തന്നെ മത്സ്യബന്ധന തൊഴിലാളികൾ അടക്കമുള്ളവർ സുരക്ഷിതരാക്കണമെന്നുള്ള മുന്നറിയിപ്പ് ഈ ദിവസവും നിലനിൽക്കുകയാണ്. ഇന്നിപ്പോൾ 10 ജില്ലകൾക്കാണ് സ്കൂളുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഒക്കെ അവധി നൽകിയിട്ടുള്ളത്. കാസർഗോഡ്, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തൃശൂർ, എറണാകുളം, കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട, ഇടുക്കി ജില്ലകൾക്കാണ് ഇന്ന് അവധി നൽകിയിട്ടുള്ളത്. കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂർ, ഇരിട്ടി, തളിപ്പറമ്പ് അടക്കമുള്ള താലൂക്കുകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും മഴയുടെ പശ്ചാത്തലത്തിൽ അവധി നൽകിയിട്ടുണ്ട്. പല ജില്ലകളിലും മഴ കുറഞ്ഞെങ്കിൽ പോലും ഈ ദുരിതാശ്വാസ ക്യാമ്പുകളടക്കം പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്കാണ് ഈ ദിവസം അവധി നൽകിയിട്ടുള്ളത്. എന്തായാലും ഇനിയിപ്പോൾ 10 മണിയോട് കൂടിയാണ് മഴ മുന്നറിയിപ്പുകൾ വരാനുള്ളത്. കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ബുള്ളറ്റിൻ വരാനുള്ളത്. കൂടുതൽ ജില്ലകൾക്ക് അലേർട്ടുകൾ മാറാനുള്ള സാഹചര്യങ്ങളും സാധ്യതകളും തന്നെയാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. എന്തായാലും മഴ കുറയുന്നുണ്ട്, അതേസമയം തന്നെ മഴക്കെടുതികൾ മൂലമുള്ള ദുരിതങ്ങളാണ് ഇപ്പോൾ സംസ്ഥാന വ്യാപകമായി റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതേസമയം തന്നെ ജാഗ്രത പാലിക്കണമെന്നൊരു നിർദ്ദേശം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് നൽകിയിട്ടുണ്ട്. സംസ്ഥാനത്ത് ഓരോ ജില്ലകൾ കേന്ദ്രീകരിച്ചും അവലോകനങ്ങൾ നടക്കുകയാണ്. നാശനഷ്ടങ്ങൾ, മരണസംഖ്യ, കാണാതായവരുടെ എണ്ണം അടക്കമുള്ള കാര്യങ്ങളിൽ ഇപ്പോഴും കണക്കെടുപ്പ് തുടരുന്നുണ്ട്. ജില്ല കേന്ദ്രീകരിച്ച് ഓരോ ജില്ലകളുടെ അടിസ്ഥാനത്തിൽ ജില്ലാ ഭരണകൂടങ്ങൾ പ്രത്യേക ജാഗ്രതാ മുന്നറിയിപ്പുകൾ തുടരുകയാണ്. എന്തായാലും ആശങ്ക ഒഴിഞ്ഞിട്ടില്ല. ഒരു പക്ഷേ മഴ ശക്തി പ്രാപിക്കാനുള്ള സാഹചര്യങ്ങളും സാധ്യതകളുമുണ്ട്. അതുകൊണ്ട് ആളുകളൊക്കെ തന്നെ സുരക്ഷിതമല്ലാത്ത ഇടങ്ങളിലും പ്രളയ സാധ്യത മുന്നറിയിപ്പുള്ള മേഖലകളിലും മണ്ണിടിച്ചിൽ, മലയിടിച്ചിലൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതാ മേഖലകളിൽ നിന്ന് സുരക്ഷിത ഇടങ്ങളിലേക്ക് പരമാവധി മാറണം എന്നൊരു മുന്നറിയിപ്പ് കൂടി ഈ ഘട്ടത്തിലും തുടരുന്നുണ്ട്. എന്തായാലും ആശങ്ക ഒഴിഞ്ഞിട്ടില്ല. മഴ മുന്നറിയിപ്പുകളിൽ ഇനി അടുത്ത അപ്ഡേഷൻ 10 മണിയോടുകൂടി നമുക്ക് ലഭ്യമാകും. KP ശരി, തിരുവനന്തപുരത്ത് നിന്നും എസ് ശാലിനിയാണ് വിവരങ്ങൾ നൽകിയത്.